ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സിന്റെ എല്ലാ മക്കൾക്കും ആർക്കെനെക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഓക്കെ, സോ നമ്മൾ 1 മാർക്കിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്ന എങ്ങോട്ടേക്കാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെ. നമ്മളെ എക്സ്മസ് അല്ലെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ കഴിയുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. ആൻഡ് ചെറിയ ടൈമിലാണ്, ആ ചെറിയ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം അല്ലെ. റൈറ്റ്, 2 properties of equipotential surface. നിങ്ങൾക്ക് അറിയാലോ equipotential surface എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അങ്ങനെയാണ് 2 പ്രോപ്പർട്ടീസ് പറയാലോ. ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് എന്ത് പറയാം, there is no work is done to move a charge in an equipotential surface അല്ലെ. ഒരേ equipotential surfaceൽ ചാർജുകൾ മൂവ് ചെയ്യാൻ എന്തിന്റെ ആവശ്യമില്ല, വർക്കിന്റെ ആവശ്യമില്ല. റെഡി അല്ലേ? ആൻഡ് നമുക്ക് എന്ത് പറയാം, no two equipotential surface intersect അല്ലെ. സോ no two എന്താണ്, equipotential surface intersect. ഓക്കെ, ഇന്റർസെക്ട് ചെയ്യുന്നില്ല, നെവർ ഇന്റർസെക്ട് എന്ന് പറയാം അല്ലെ. 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഒരിക്കലും എന്താകുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല. റെഡി ആണല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. റെഡി അല്ലേ? ഷോർട്ട് ആയിട്ട് ചെയ്യുന്നുള്ളൂ, ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോയിക്കൊള്ളാം. റെഡി അല്ലേ? ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ മൂവ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ 3 കപ്പാസിറ്റേഴ്സ് C1, C2 and C3 are arranged as shown in the figure അല്ലേ. ഇതേപോലെ അറേഞ്ച് ചെയ്തു. ഏതാ അറേഞ്ച്മെന്റ്? ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്. റെഡി അല്ലേ? താഴെ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് നിങ്ങൾക്കറിയാം, പാരലൽ കോമ്പിനേഷനിൽ ചാർജ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷേ എന്ത് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ സെയിം ആ. എന്ന് വെച്ചാൽ ഈ 3 കപ്പാസിറ്റേഴ്സിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ സെയിം ആ. പക്ഷെ ഇവിടുന്ന് പോയ Q എന്ന് പറഞ്ഞ ചാർജ് ഇവിടുന്ന് സ്പ്ലിറ്റ് ആവും. ഇത് Q1 ആയിട്ട് മാറും, ഇങ്ങോട്ട് പോകുന്നത് Q2 ആയിട്ട് മാറും, ആൻഡ് ഇങ്ങോട്ട് പോകുന്നത് Q3 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. ആദ്യം നമ്മൾ കൊടുത്ത എഫക്റ്റീവ് ചാർജ് ഇക്വേഷൻ എന്ന് പറയാം, C × V എന്ന് പറയാം. റെഡി അല്ലെ? അടുത്തത് ഫസ്റ്റ് Q1 ഈക്വൽ ടു എന്ത് പറയാം, അവിടെ കപ്പാസിറ്റൻസ് C1 ആണ്, സോ C1V എന്ന് പറയാം. Q2 ഈക്വൽ ടു എന്ത് വരും, C2V വരും. ആൻഡ് Q3 ഈക്വൽ ടു എന്ത് വരും, C3V എന്ന് നമുക്ക് പറയാം. നമുക്കറിയാം, നമ്മൾ കൊടുത്ത ചാർജ് അവിടെ സ്പ്ലിറ്റ് ചെയ്യാണല്ലേ. സോ Q ഈക്വൽ ടു വരിക Q1 പ്ലസ് Q2 പ്ലസ് Q3 ആണ്. ഇത്രയും പരിപാടിയുള്ളൂ, വേഗം കഴിയും. നോക്കിയോ, നേരെ അവിടെ കൊടുക്കുക. Q എന്ന് പറഞ്ഞ ആരാണ്, CV ആണ് അല്ലെ, ഈക്വൽ ടു. അടുത്ത് Q1 എന്ന് പറഞ്ഞ ആരാ വരിക, C1V ആണ്, പ്ലസ് Q2 എന്ന് പറഞ്ഞാൽ C2V പ്ലസ് C3V അല്ലെ. ഇവിടെ നോക്കിയേ, CV ഈക്വൽ ടു, ഇവിടെ ആര് കോമൺ ആ, V കോമൺ അല്ലേ. സോ C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് ഞാൻ എഴുതി. വിയും ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, C1 പ്ലസ് C2 പ്ലസ് C3 ആയിരിക്കും. ഇതാണ് നമ്മളുടെ എന്ത്, പാരലൽ കോമ്പിനേഷനിലെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ വരിക. റെഡി അല്ലേ? നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്, an electron and a proton are separated by a distance of 1 Fermi അല്ലെ. ഒരു ഫെംറ്റോമീറ്റർ ആണ് അവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. Calculate the electrostatic potential energy of the system. Charge of electron or proton എന്ത് കൊടുത്തിട്ടുണ്ട്, പ്ലസ് ഓർ മൈനസ് 1.6 × 10⁻⁹ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ഇലക്ട്രോൺ നെഗറ്റീവ് ആയിരിക്കും, പ്രോട്ടോൺ പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താണ്, 1/4πε0 Q1 Q2/R അല്ലായിരുന്നു അല്ലെ. അതെ, തീർച്ചയായിട്ടും അതെ. നേരെ നമുക്ക് വാല്യൂ കൊടുക്കാം. U ഈക്വൽ ടു 9 × 10⁻⁹ ഇൻറ്റു Q1. ആരാണ് Q1 അല്ലെ. 2 ചാർജും ചാർജ് സെയിം ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണല്ലേ. സോ ഫസ്റ്റ് നമുക്ക് ഇലക്ട്രോൺ എടുക്കാം. സോ -1.6 × 10⁻⁹ ഇൻറ്റു പ്ലസ് 1.6 × 10⁻⁻⁹ ബൈ ഡിസ്റ്റൻസ് എത്രയാണ്, 1 ഫെർമി ആണ്. ഒരു ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്റർ ആണ്. സോ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, 10⁻⁻15 മീറ്റർ ആക്കി മാറ്റി. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്തായിട്ട് മാറി, അത്രയും ജൂൾ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. കാൽക്കുലേറ്റ് ചെയ്യുക. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ ഞാൻ നേരെ നമ്മൾ എങ്ങനെയാണ് വാല്യൂ കൊടുക്കേണ്ടത് നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ വാല്യൂ കൊടുക്കുക, ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ആൻസർ ആവും.
റെഡി ആണല്ലോ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇറ്റ് ഈസ് എ സ്കേലാർ ഓർ എ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെ? നമുക്കറിയാം ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്തിനെ നമ്മൾ എന്ത് വിളിക്കുക? ഡൈപോൾ മൊമെന്റ് എന്ന് വിളിക്കുക. എന്താണ് ഡൈപോൾ മൊമെന്റ്? ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ 1 ഓഫ് ദി ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത് ആണ്. നിങ്ങൾക്ക് അറിയാലേ, നമ്മൾ ഡൈപോൾ ലെങ്തിനെ 2a എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് അല്ലെ? സോ Q into 2a. അതെന്ത് ക്വാണ്ടിറ്റി ആണ്? തീർച്ചയായിട്ടും എന്ത് ക്വാണ്ടിറ്റി ആണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് അതിന്റെ ഡയറക്ഷൻ ഇവിടുന്ന് എങ്ങോട്ടേക്കാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ടു പോസിറ്റീവ് ആലോചിച്ച് നോക്കണം. ഓക്കെ, ഡയറക്ഷൻ നമുക്ക് ആവശ്യമുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ഗിവ് ആൻ എക്സാമ്പിൾ. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ് ഈസ് എ സർഫസ് ഹാവിംഗ് സെയിം പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ് അല്ലെ? ഇറ്റ് ഈസ് എ സർഫസ് ഹാവിംഗ് സെയിം പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ സർഫസിന്റെ മുകളിൽ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യാൻ, അവിടെ ചാർജിന് മൂവ് ചെയ്യാൻ വർക്ക് ചെയ്യേണ്ട എന്നൊരു പോയിന്റ് നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു അല്ലെ? സോ ഡെഫിനിഷൻ നിങ്ങളുടെ എന്താണ്? ഇറ്റ് ഈസ് എ സർഫസ് ഹാവിംഗ് സെയിം പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ്സ് ഓൺ ഇറ്റ്. ഗിവൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു പോയിന്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് ചാർജിന് ചുറ്റും എന്തുണ്ടാവും? ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അവിടെ ക്രിയേറ്റ് ആവും അല്ലെ? ക്രിയേറ്റ് ആവൂലേ? അതെന്ത് ഷേപ്പിലായിരിക്കും? സ്പെരിക്കൽ ഷേപ്പിലായിരിക്കും. ഓക്കെ, സ്പെരിക്കൽ ഷേപ്പിലായിരിക്കും നമുക്കൊന്ന് പറയാൻ പറ്റും. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എന്തൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുപാടും ഒരേ ഡിസ്റ്റൻസിൽ വരയ്ക്കുന്ന ആ ഒരു ഷേപ്പ് ആയിരിക്കും അതിന്റെ എന്ത് വരിക? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് നോക്കുക. റെഡി അല്ലേ? കൺഫ്യൂഷൻ അല്ലോ? നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലെ? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കുകയാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തു. ഓക്കെ, ആ ഏരിയ എന്താണ്? എ ആണ്. ഡിസ്റ്റൻസ് എന്താണ്? ഡി ആണ്. എപ്സിലോൺ 0. ഓക്കെ, ഡിസ്റ്റൻസ് ഡി ആണ്. റെഡി ആണല്ലോ? കൺഫ്യൂഷൻ. നമുക്ക് എന്ത് ചെയ്യണം? കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം അല്ലെ? നമുക്കറിയാം Q ഈക്വൽ ടു പറഞ്ഞതാണ് സി വി ആണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് സി ഈക്വൽ ടു എന്ത് പറയാം? Q ബൈ വി എന്ന് പറയാം. Q ബൈ വി. നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ ചാർജ് എടുക്കാൻ പോവാണ്. ചാർജിന് വേണ്ടി നമ്മൾ ഇവിടെ പ്ലേറ്റിലുള്ളത്. സോ നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു എന്ത് പറയാം? Q ബൈ എ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ Q ഈക്വൽ ടു എന്താണ്? സിഗ്മ എ ആണ്. സോ Qന് കിട്ടി. Q എന്ന് പറഞ്ഞാലാണ് സിഗ്മ എ ആണ്. റെഡി അല്ലേ? അതേപോലെ നമുക്ക് അറിയുന്ന ഒരാളാണ് എന്ത്? നമ്മളുടെ യെസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ യെസ് വി ബൈ ഡി ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടില്ല. ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? E ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ യെസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ സാധനം ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ആക്കി എഴുതി. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ എന്താണ്? റേറ്റ് വി ബൈ ഡി. റെഡി ആണല്ലോ? ഗ്രേഡിയന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, E ഈക്വൽ ടു വി ബൈ ഡി. അങ്ങനെയാണെങ്കിൽ വി ഈക്വൽ ടു എന്ത് പറയാം? ഇ ഇൻറ്റു ഡി എന്ന് പറയാലോ. ഇ ഇൻറ്റു ഡി എന്ന് പറഞ്ഞോടെ നേരെ എന്ത് ചെയ്യുക? ഈ രണ്ടാൾക്കാരെയും നമ്മൾ ആ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore C ഈക്വൽ ടു Q എന്ന് പറഞ്ഞാൽ സിഗ്മ എ ആണ്. സിഗ്മ എ ബൈ താഴെ ആരുണ്ട്? E ഇൻറ്റു ഡിയും അവിടെ നല്ലതുപോലെ അടിപൊളിയായിട്ട് അവിടെ കിടക്കുന്നത്. റെഡി ആണല്ലോ? നേരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെറിയ ആളും കൂടി എഴുതാൻ പോവാണ്. നോക്കിയോ, ഇവിടെ ഇ അല്ലെ? ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അല്ല മക്കളെ? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിനാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ പഠിച്ചത്? യെസ്, ഒരു പാരലൽ പ്ലേറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ ഇക്വേഷൻ വരിക? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇവിടെ രണ്ട് പ്ലേറ്റുകളില്ലേ? അപ്പൊ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇതൊന്നും ഡെറിവേഷൻ എഴുതി നോക്കണം നിർബന്ധമല്ല. ആലോചിച്ച് വെച്ചാൽ ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞോളൂ. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അപ്പൊ എന്ത് വരും? സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഈ എന്ന് പറഞ്ഞാലാണ് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അതും നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കിട്ടി. നമ്മളുടെ ഇക്വേഷൻ എന്താ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നേരെ നോക്കുക. Therefore C ഈക്വൽ ടു എന്ത് വരും? സിഗ്മ എ മുകളിലുണ്ട് അല്ലെ? സിഗ്മ എ മുകളിൽ ബൈ താഴെ ആരൊക്കെ ഉണ്ട് നോക്കിയേ? ഇക്ക് പകരം സിഗ്മ ബൈ എപ്സിലോൺ 0 വന്നു. സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു അവിടെ ഡി ഉണ്ട്. റെഡി അല്ലേ? സിഗ്മ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ താഴെയുള്ള എപ്സിലോൺ 0 നേരെ മുകളിലേക്ക് പോയാൽ എന്തായിട്ട് മാറി? എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് വന്നു. ഇതാണ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ വരിക. C ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി.
മനസ്സിലായ മക്കളെ? മനസ്സിലായില്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ മൂവ് ചെയ്യുന്നത് എന്താണ്? എ 12 picofarad capacitor is connected to 50-volt battery. How much electrostatic energy is stored in the capacitor? അല്ലെ, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജി ചോദിച്ചു അല്ലെ. നമുക്കറിയാം എനർജിന്റെ ഇക്വേഷൻ എന്താണ്? കപ്പാസിറ്റർ സ്റ്റോർ ചെയ്തിട്ടുള്ള ഹാഫ് CV² ആണല്ലേ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എന്താണ്? 12 picofarad ആണല്ലേ. സോ 12 pico എന്ന് പറഞ്ഞാൽ 10⁻⁻12 ഇൻറ്റു അല്ലെ. യെസ്, അടുത്ത എന്തെങ്കിലും V². V എത്രയാണ്? 50 ആണ്. സോ 50യുടെ സ്ക്വയറും ചെയ്യാം. ഇത് ചെയ്യുക, നിങ്ങൾക്ക് എന്തായിട്ട് മാറി? നിങ്ങളുടെ ആൻസർ ആയിട്ട് മാറി. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കിട്ടും. കാൽക്കുലേഷൻ നിങ്ങളുടെ സൈഡിലാണ്, നിങ്ങൾ ചെയ്യാം. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നത് ഏതാണ്? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അല്ലെ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം E ഇൻറ്റു ഡി അല്ലായിരുന്നു. E ഇൻറ്റു ഡി അല്ലേ അല്ലെ? E ഇൻറ്റു ഡി ആണ്. കൺഫ്യൂഷൻ അല്ലല്ലോ. സോ E ഇൻറ്റു ഡി ആണ്. എന്താ ഇലക്ട്രിക് ഫീൽഡ്? എന്താ നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4πε0 അല്ലെ. എന്ത് വരും? Q/r² ഇൻറ്റു അല്ലെ. സോ ഇൻറ്റു അവിടെ വേണ്ട, വി എന്ന് ഓക്കെ. ഇക്ക് പകരം 1/4πε0 Q/r² കൊടുത്തു. ഇൻറ്റു അവിടേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ. ആ ഡിസ്റ്റൻസ് ആര് തന്നെയാണ്? R തന്നെയാണ്. സോ ഒരാറ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് വരും? V = 1/4πε0 Q/r. ഇതായിരിക്കും പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അല്ലെ. ഒരു ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണ് 1/4πε0 Q/r അല്ലെ. KQ/r എന്ന് നിങ്ങൾക്ക് പഠിക്കാം. ഈ K എന്ന് വിളിക്കുന്നത് ഇയാളെപ്പോഴും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണല്ലോ പറയുന്നത് അല്ലെ. സോ KQ/r എന്ന് പറയാം. കിട്ടി അല്ലെ? നമ്മൾ ചോദിച്ചത് എന്താ? എക്സ്പ്രഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ചോദിച്ചു. നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം അല്ലെ. നമുക്കറിയാം മാഗ്നറ്റിസത്തിൽ ഗോസസ് ലോ എന്താണ് പറഞ്ഞത്? ദ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ് സർഫേസ് ഓൾവേസ് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും അല്ലെ. കറക്റ്റ് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? യെസ് ഇവിടെ നോക്കിയോ. ഇന്റഗ്രൽ B.ds ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 0 പറയാം. യെസ്, അപ്പൊ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് ലോ എന്താണ് പറഞ്ഞത്? യെസ്, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ എ ക്ലോസ് സർഫസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും വരിക? 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് ആണ്. സോ Q/ε0 എന്ന് പറയാം. പഠിച്ചു വെക്കണം മക്കളെ, പഠിച്ചു വെക്കണം. റെഡി? സെറ്റ് അല്ലേ? അതുമായി നമ്മൾ മുന്നോട്ടേക്ക് പോവാണ്. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെ. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാണ്? എന്താണ്? പോസിറ്റീവ് ടു നെഗറ്റീവ് ഒന്ന് നമുക്ക് പറയാം. പറഞ്ഞൂടെ? എവിടെ നിന്ന് എങ്ങോട്ടേ ട്രാവൽ ചെയ്യുക? പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. റെഡി ആണല്ലോ? യെസ്. അടുത്ത നമുക്ക് എന്ത് പറയാം? 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ആണ് അല്ലെ. രണ്ടാൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഇന്റർസെക്ട് ചെയ്യുന്നില്ല. സോ നെവർ ഇന്റർസെക്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പറയാൻ സാധിക്കും. സിമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. നേരെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. An infinitely long thin straight wire with a uniform linear charge density is shown in the figure. എന്തായിരുന്നു ഈ ലീനിയർ ചാർജ് ഡെൻസിറ്റി? ലാംഡ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയാ അല്ലെ. അപ്പൊ ഇയാൾക്ക് ലീനിയർ ചാർജ് എന്താണ്? യൂണിഫോം ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണുള്ളത്. ഡ്രോ എ ഗോസിയൻ സർഫസ് ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P അല്ലെ. ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യണം അല്ലെ. And mark direction of electric field at this point. നമുക്ക് എന്ത് ചെയ്യാം? വരച്ചു നോക്കാം അല്ലെ. ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. അവിടെ നോക്കിയേ. നമുക്ക് അവിടെ പോസിറ്റീവ്, അവിടെ പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല. ഞാൻ അവിടെ എന്ത് ചെയ്യാണ്? ക്ലിയർ ആക്കി വരയ്ക്കാം. സോ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ എടുത്തു. നിങ്ങൾക്കറിയാം പോസിറ്റീവ് ആവുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട് പോകും. യെസ് അല്ലെ. പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്യല്ലേ അല്ലെ. സോ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പോകും. റെഡി? സെറ്റ് അല്ലേ? ഇങ്ങനെയാണ് പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഗോസിയൻ സർഫസ് എന്ത് ചെയ്യാം? സിലിണ്ടറിക്കൽ ഷേപ്പിൽ കൺസിഡർ ചെയ്യൂടെ. എവിടെയാണ് ആ പോയിന്റ് P എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആ P കൺസിഡർ ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമ്മുടെ ഗോസിയൻ സർഫസ് ഒരു സിലിണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ ചെറിയൊരു ഏരിയ DS എന്ന് പറയുന്ന ഏരിയ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, DS എന്ന് പറഞ്ഞ ഏരിയ കൺസിഡർ ചെയ്താൽ ഇതല്ല നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും നമ്മളുടെ ഏരിയ വെക്ടർ എന്താണ്? ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ ആംഗിൾ 0 എന്ന് പറയാം. പറഞ്ഞൂടെ? അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത് വരിക? അവിടുത്തെ ഗോസിയൻ സർഫസ് സിലിണ്ടറിക്കൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്താൽ മതി. ആൻഡ് ആ ഒരു സിലിണ്ടറിന്റെ ലെങ്ത് എന്തായിരിക്കണം? ആ വയറിന്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കണം, എല്ലായിരിക്കണം. അത്രയും നമ്മളോട് ചോദിച്ചോളൂ. വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല. മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ്. അത്രയും പറഞ്ഞ് നിർത്തിയിട്ടുള്ളൂ. ഓക്കെ, ചോദിച്ചത് നിങ്ങൾ ആൻസർ ചെയ്യാം. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എനി വൺ യൂസ് ഓഫ് മൈക്രോവേവ്. മൈക്രോവേവ് എവിടെയാ? വേണേ 2 യൂസ് ചെയ്യാൻ പറയാം അല്ലെ.
മൈക്രോവേവ് എവിടെയാണ് നമ്മുടെ ഫുഡ് അല്ലെ, എവിടെയാണ് ഓവനിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് റഡാർ കമ്മ്യൂണിക്കേഷൻ അല്ലെ, റഡാർ സിസ്റ്റങ്ങൾ എയർക്രാഫ്റ്റിലെ റഡാർസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് യൂസ് ചെയ്യുന്നുണ്ട്. റെഡി. എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓഫ് ഫ്രീക്വൻസി 25 megahertz travels in free space along x direction at a particular point in space and time where E equal to 6.3 j km. J എന്ന് പറഞ്ഞത് y ഡയറക്ഷനിലാണ് അല്ലെ. സോ y ഡയറക്ഷനിൽ ആരുണ്ട് നമ്മളുടെ, യെസ് ആരുണ്ട് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ട്. റെഡി അല്ലേ. വാട്ട് ഈസ് ദ ബി അറ്റ് ദിസ് പോയിന്റ് അല്ലെ. നമ്മുടെ വേറെ എന്തോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽസ് ഇൻ ഫ്രീ സ്പേസ് ഇൻ എക്സ് ഡയറക്ഷൻ പറഞ്ഞല്ലേ. സോ EM വേവ് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും ഉണ്ടാവുക, Z ഡയറക്ഷനിലായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഉറപ്പിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അല്ലെ. നമുക്ക് എന്തറിയാം, C ഈക്വൽ ടു നമുക്ക് എന്തറിയാം, E/B ആണെന്നറിയാം. E/B ആണെന്നറിയില്ലേ. സോ B ഈക്വൽ ടു എന്തായിരിക്കും വരിക, E/C ആയിരിക്കും വരിക. നേരെ എന്ത് ചെയ്യുക, ഇന്റെ വാല്യൂ കൊടുക്കുക. ഇന്റെ വാല്യൂ എത്രയാണ്, ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു, 6.3 ആണ്. സോ 6.3/3 into 10⁸ എന്ന് വരും. റെഡി അല്ലേ. ഈ 6.3 നമ്മൾ എന്ത് ചെയ്യാണ്, 3 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2.1 വരും. താഴെയുള്ള 10⁸ മുകളിലേക്ക് പോയാൽ 10⁻⁻8 എന്ന് കിട്ടി. സോ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടില്ലോ. സോ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി, അത്രയും ടെസ്റ്റിലാണ് വരിക. റെഡി അല്ലേ. സോ 2.1 10⁻⁻8 ഏത് ഡയറക്ഷനിലാണ്, അത് നമ്മൾ പറഞ്ഞില്ല. ഏത് ഡയറക്ഷനിലാണ്, യെസ് Z ഡയറക്ഷനിലല്ലേ. സോ എന്തെങ്കിലും IJK, K അല്ലടാ വരിക. സോ K ക്യാപ് ടെസ്ല. റെഡി അല്ലേ, സെറ്റ് അല്ലേ. സോ അതായിരിക്കും നമ്മുടെ എന്ത് വരിക, അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് വരുന്നുണ്ടാവുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെറ്റ് ആയി എന്ന് വിശ്വസിക്കുകയാണ്. സോ ചെറിയ സമയമായിരുന്നുള്ളൂ അല്ലേ. അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ.